ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നാളെ മുതൽ നമ്മുടെ +1 ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും പുതിയ സ്കൂളുകളിലോട്ട്, പുതിയ ക്ലാസ് മുറികളിലോട്ട്, പുത്തൻ കൂട്ടുകാരൊക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് +1 അധ്യയന വർഷം സെറ്റാക്കാൻ പോവുകയാണ്. സോ +1 കയറി ചെല്ലുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതിൻ്റെയൊക്കെ സൊല്യൂഷനുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യത്തെ കാര്യം, 10ാം ക്ലാസ് വരെ സാറേ ഞാൻ മലയാളം മീഡിയമാണ് പഠിച്ചത്. +1 +2 ഞാൻ ഇംഗ്ലീഷാണ് കംപ്ലീറ്റ് എല്ലാ സബ്ജക്റ്റുകളിലും ഡീൽ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന പല മക്കളുമുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഞാനും. സോ ആ ഒരു സ്വിച്ചിങ് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തുടക്ക സമയത്ത്. പക്ഷേ ഗ്രാജുവലി നമ്മളതൊക്കെ സെറ്റാക്കിയെടുക്കും. അതായത് തുടക്കത്തിലൊക്കെ പല ടെക്നിക്കൽ ടേംസും നിങ്ങൾ 10ാം ക്ലാസ് വരെ മലയാളത്തിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. സോ അതൊക്കെ ടീച്ചർമാർ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അയ്യോ ഇതെന്താണ് എന്നൊരു സംശയം തുടക്ക സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു. ഞാനും ഇതേ പ്രശ്നം ഫേസ് ചെയ്ത ഒരാളാണ്. സോ തുടക്കത്തിലൊക്കെ ടീച്ചർമാർ ഇംഗ്ലീഷിലൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതാനൊന്നും കിട്ടില്ല, സ്പെല്ലിംഗ് ഒന്നും കറക്റ്റായിട്ട് വരണമെന്നില്ല. പക്ഷെ മക്കളെ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു 1-2 മാസമൊക്കെ ആകുമ്പോൾ നിങ്ങൾ തന്നെ അതിലോട്ട് അടിപൊളിയായി തന്നെ അഡാപ്റ്റ് ചെയ്തോളൂ. സോ ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സിലബസ് തന്നെയാണ്. കാരണം 10ാം ക്ലാസ് വരെ പല കുട്ടികളും ഒരു സ്പൂൺ ഫീഡിങ് ലെവലിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ശരിയല്ലടാ മക്കളെ? അതായത് ഈ കാര്യം പഠിക്കുക, ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരും, ഈ ടോപ്പിക്, ഈ പാരാഗ്രാഫ് മനപ്പാഠം പഠിച്ചു വെച്ചോ, ഇത് പരീക്ഷയ്ക്ക് വന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ടെക്സ്റ്റ് ബുക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു നീല കളർ ബോക്സുകളായിരുന്നു 10ാം ക്ലാസ്സിൽ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും ഉണ്ടായിരുന്നത്. അത് പലപ്പോഴായിട്ട് നിങ്ങൾ മനപ്പാഠം പഠിച്ചിട്ടുണ്ടാവും. അത് ഉത്തരക്കടലാസിൽ കൊണ്ടുപോയിട്ട് ഛർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും പല കുട്ടികൾക്കും നല്ല മാർക്ക് കിട്ടുന്ന. പല കുട്ടികൾക്കും, എല്ലാവർക്കും എന്നല്ല, പല കുട്ടികൾക്കും അങ്ങനെയായിരിക്കും മികച്ച മാർക്കിലോട്ട് എത്തിയിട്ടുണ്ടാവുക. പക്ഷെ +1 +2 വരുമ്പോൾ ആ കളി അങ്ങ് മാറും. അതായത് നിങ്ങൾ മനപ്പാഠം പഠിച്ച് ഉത്തരക്കടലാസിലോട്ട് പെടക്കേണ്ട പരിപാടിയല്ല ഇവിടെയുള്ളത്. ഓരോ കൺസെപ്റ്റുകളും, കൺസെപ്റ്റും മനസ്സിലാക്കി പഠിക്കണം. കാരണം ചോദ്യങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. നിങ്ങൾക്ക് തലയ്ക്കകത്ത് ആൾതാമസം ഉണ്ടെങ്കിൽ, തലയ്ക്കകത്ത് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഉത്തരം എഴുതാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ +1 +2 ചോദ്യ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ തുടക്കം മുതൽ മനസ്സിലാക്കി പഠിക്കണം. സർഫേസ് ലെവൽ കണ്ടന്റുകളാണ് 10ാം ക്ലാസ് വരെ പഠിച്ചതെങ്കിൽ ആഴത്തിൽ ഇനി മനസ്സിലാക്കി പഠിക്കേണ്ട സമയത്തിലോട്ടാണ് നിങ്ങൾ കയറി ചെല്ലാൻ പോകുന്നത്. മൂന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 10ാം ക്ലാസ് വരെ A+കൾക്ക് പൊൻ തൂക്കമുള്ള ഒരു കാലഘട്ടത്തിലോട്ടായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷെ +1 +2 A+കൾക്ക് ഒരു പ്രാധാന്യവുമില്ല, മറിച്ച് ഇമ്പോർട്ടൻസ് ഓരോ മാർക്കുകൾക്കുമാണ്. കാരണം ഫുൾ A+ +2 വാങ്ങിയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല. പക്ഷെ ഫുൾ മാർക്ക് +1 +2 അടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അതാണ് വലിയ കാര്യം എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾക്ക് എത്തണമെങ്കിൽ, ആ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്വസ്റ്റ്യൻ പാറ്റേൺസ്, അതുപോലെ തന്നെ പരീക്ഷകൾ. കാരണം 10ാം ക്ലാസ് വരെ നിങ്ങൾ ഫേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരിക്കണം എന്നില്ല +1 +2 നിങ്ങൾ കാണാൻ പോകുന്നത്. ഓരോ ചോദ്യങ്ങളും വ്യത്യസ്തമായ തരത്തിലായിരിക്കും ഉണ്ടാവുക, കണ്ടന്റുകളിൽ ഊന്നിയുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. സോ അതൊക്കെ നിങ്ങൾ ഇനീഷ്യലി തന്നെ മനസ്സിലാക്കി തന്നെ പഠിച്ചു തുടങ്ങണം. അതായത് ചുരുക്കി പറഞ്ഞാൽ, ഏറ്റവും അവസാനം ഞാൻ പഠിച്ചെടുത്ത് A+ നേടി എന്ന മെന്റാലിറ്റിയും തോട്ട്സും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ എടുത്തു മാറ്റുക. ഒരിക്കലും ലാസ്റ്റ് മിനിറ്റിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്ലാസ്സോ ഒരു സിലബസോ ഒന്നുമല്ല +1 +2 നിങ്ങൾക്കുള്ളത്. സോ അത് മനസ്സിലാക്കി തുടക്കം മുതൽ സ്ട്രക്ചേർഡായി തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും പറയുന്ന കാര്യമാണ്. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആണ് സൈലം കേരളത്തിലെ +1 മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരാണ് അഗ്നി എന്ന് പറയുന്നത്. സോ അഗ്നിയിൽ ഇപ്പോൾ തന്നെ 10,000-ന് മുകളിൽ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അഗ്നിയുടെ ഫസ്റ്റ് ബാച്ച് നാളെ തന്നെ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ച് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഗ്നിയുടെ ഫസ്റ്റ് ബാച്ചിൽ അഡ്മിഷൻ ഉറപ്പിക്കാം. ഈ ഒരു അവസരം പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കില്ല. സോ ഉടനെ തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക. +1 നിങ്ങളുടെ കൈകളിൽ ഭദ്രമാക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു മക്കളെ. ഈ പറയുന്ന എല്ലാ ടെൻഷൻസും, എല്ലാ പ്രോബ്ലംസും റെക്ടിഫൈ ചെയ്തെടുക്കാം. എല്ലാം അടിപൊളിയായി പഠിക്കാം. മികച്ച മാർക്ക് 10ാം ക്ലാസ്സിലുള്ള പോലെ തന്നെ മികച്ച മാർക്ക് +1 ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. സോ ജോയിൻ ആവും.